ഹൈ ഓൾ ബിഗ് ബോസ് മലയാള സീസൺ 7 ഓണത്തെ പറ്റി പറയുമ്പോൾ ഒത്തൊരുമയെ പറ്റിയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. മസ്താനിയെ പറ്റിയാണ് പറയാനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഹൗസിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ബിഗ് ബോസ് ആണ് ഓണസദ്യ അറേഞ്ച് ചെയ്തത്. എല്ലാവരും ചേർന്ന് ഓണസദ്യ കഴിക്കാനിരിക്കുമ്പോൾ യുവമാരുടെ ഒന്നും കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറി പുറത്തിരിക്കുന്ന മസ്താനിയെ കണ്ടു. ഒരുമിച്ചിരുന്ന് ഓണസദ്യ പോലും കഴിക്കാൻ പറ്റാത്തത്ര എന്ത് ഭീകര പ്രശ്നമാണ് മസ്താനിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇതുവരെ നിന്നിട്ടുള്ള കണ്ടസ്റ്റന്റുകൾ അനുഭവിച്ചിട്ടില്ലാത്ത എന്ത് പ്രശ്നമാണ് മസ്താനിക്ക് വന്നിട്ടുള്ളത്. അത്രയും വലിയ പകയും മനസ്സിലെ അഴുക്കൊക്കെ കൊണ്ടു നടക്കാനും മാത്രം എന്ത് പാതകമാണ് മറ്റുള്ളവർ മസ്താനിയോട് ചെയ്തത്. ഇത്തരം ഒരു ഷോയാണിതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്ര ഇമ്മച്ചുർ ആണോ ഈ മസ്താനി? അപ്പൊ ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന് മഞ്ഞ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂവർ മാത്രമായിരുന്നല്ലേ ഈ മസ്താനി? മനസ്സിലാകെ പക മാത്രം കൊണ്ടു കിടക്കാൻ സാധിക്കുന്ന, ഒരു ഗെയിം പോലും കളിച്ച് ജയിക്കാൻ സാധിക്കാത്ത വെറും ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണല്ലേ മസ്താനി? വന്നിട്ട് 1-2 ദിവസങ്ങൾ പലരോടും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു നടന്നു, കുറെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ നോക്കി. ഇതിനുമപ്പുറം ആ വീട്ടിലെ പണിയൊന്നും എടുക്കാതെ, എന്തിന് വെസൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നിട്ട് ആ പാത്രം പോലും കഴുകാതെ, അതും തന്റെ ഒരു ഗെയിമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ കണ്ടസ്റ്റന്റ്. എപ്പിസോഡിൽ മസ്താനി പറയുന്നത് കേട്ടു, അപ്പാനിയെ പ്രൊവോക്ക് ചെയ്ത് തല്ലിപ്പിക്കണം, അപ്പാനിയുടെ തല്ല് വാങ്ങണം. ഇതൊക്കെ മാസമായിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്, പക്ഷെ ഒരല്പം പോലും ബോധമില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം ഫിസിക്കുള്ള ഒരു കണ്ടസ്റ്റന്റ് ഒരടി കിട്ടിയിട്ട് ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോഴാണ് ഒരു ടാസ്കിൽ മര്യാദയ്ക്ക് കയ്യിൽ ഒരു ഹാൻഡിൽ ഹോൾഡ് ചെയ്യാൻ പോലും ശക്തിയില്ലാത്ത ഈ മസ്താനി പറയുന്നത് അപ്പാനിയുടെ അടി വാങ്ങിച്ചോളാം. അടി വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, അവനവന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ ഇല്ലേ? അതിനെപ്പറ്റി പോലും ചിന്തിക്കാനുള്ള ബോധമില്ല. അവിടെ മസ്താനിയുടേതെന്നല്ല, ആരുടെ വേണേലും കെണിയിൽ വീഴാൻ പറ്റുന്ന ആളാണ് ഈ അപ്പാനി. എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോൾ പുള്ളിക്കാരന്റെ ഫാമിലിനെയും ലാലേട്ടനെയൊക്കെ ഓർക്കുന്നതുകൊണ്ടാണ് അവിടെ കഴിഞ്ഞുകൂടി പോകുന്നത്. എനിവേ മസ്താനിയുടെ ഉള്ളിലുള്ള ഈ അഴുക്ക് മസ്താനി എവിടെ വരെ കൊണ്ടുവന്ന് എത്തിക്കും, ആളുകൾ എത്രത്തോളം ഈ അഴുക്കിനെ സപ്പോർട്ട് ചെയ്യും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, പണിപ്പുര ടാസ്കിൽ നിന്ന് ഇത്തവണ ബിഗ് പണിയാണ് കിട്ടിയിരിക്കുന്നത്. ബിഗ് പണിക്ക് വേണ്ടി വൈൽഡ് കാർഡ്സ് ചൂസ് ചെയ്തത് അനീഷിനെയാണ്. അതിന്റെ ഭാഗമായി അനീഷിന് മുന്നോട്ട് ഈ സീസൺ തീരുന്നവരെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് വൈൽഡ് കാർഡ്സ് എല്ലാവരും ചേർന്ന് അതിഗംഭീര പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടാണ് ഈ അനീഷിന്റെ പേര് പറഞ്ഞത്. പക്ഷെ അനീഷിന്റെ മറുപടി അവരുടെ കിളി പറത്തി. ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇങ്ങനെ തെരഞ്ഞെടുത്തതിൽ, ഞാൻ അത്രയ്ക്ക് ശക്തനാണെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നതെന്നാണ് അനീഷ് പറഞ്ഞത്. അത് കേട്ടത് അവന്മാരവിടെ കിടന്ന് ഉരുളുമായിരുന്നു. അവരെന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞാണേലും അനീഷ് സ്ട്രോങ് ആണെന്നുള്ളൊരു ഹിന്റ് അനീഷിനും ബാക്കിയുള്ളവർക്കും കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായി പോയത്. അതിനുശേഷം ജിഷിനൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ നോക്കി. വളരെ ബാലിശമായ കാരണങ്ങൾ കൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അനീഷിനെ തെരഞ്ഞെടുത്തതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അനീഷ് പറഞ്ഞത് അടിപൊളിയായി പോയി. ഇത്രയൊക്കെയാണ് ഹൗസിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഏതായാലും മസ്താനിയുടെ കാര്യം ഒന്ന് ഓർത്തേക്കുക. മറ്റൊരു വീഡിയോ പിന്നീട് കാണാം. താങ്ക്